ജോലിയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അങ്ങനെ മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊരു ജനത്തിൻ്റെ ദുഃഖമാണ്. ഇതായിരുന്നു ആ സമയത്തെ സിറ്റുവേഷൻ. ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു സമയം. മാനസികമായി ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെന്ന് ഈ വചനം വ്യക്തമാക്കുവാണ്. ആ ജനം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വചനമാണ്. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു. അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ക്രൂരമായി, കുടുംബത്തിലാണോ ജോലി സ്ഥലത്താണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്രൂരമായി പെരുമാറുന്നൊരു വിഷമാവസ്ഥയുണ്ടോ? ക്രൂരമായി പെരുമാറുന്നു, ഞങ്ങളെ മർദ്ദിക്കുന്നു, ഞങ്ങളെ കൊണ്ട് അടിമ വേല എടുപ്പിക്കുകയും ചെയ്യുന്നു. 7-ാമത്തെ വാക്യം അപ്പോൾ. എപ്പോൾ? 7-ാമത്തെ വാക്യം അപ്പോൾ എന്നാണ്. തിരിച്ചൊരു ചോദ്യമാണ്. എപ്പോൾ? ഇങ്ങനെ ഒരു പ്രതിസന്ധി അവർ അനുഭവിച്ച ആ സമയത്ത്, ആ പ്രതിസന്ധിയുടെ സമയത്ത്, ആ വെല്ലുവിളിയുടെ സമയത്ത്, അപ്പോൾ അവരെന്ത് ചെയ്തു? 7-ാമത്തെ വാക്യം ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവർ മനമുരുകി ദൈവത്തെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ജോലി സ്ഥലത്തും മറ്റു സ്ഥലത്തൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് നേഴ്സുമാരായി ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നേഴ്സിങ്ങിനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹോസ്റ്റലിലായിരിക്കാം, പഠിക്കുന്ന സാഹചര്യത്തിലായിരിക്കും സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. പഠിക്കുന്ന എല്ലാവരും ഓർക്കുന്നു, അവിടെയൊക്കെ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സമയത്ത് ദൈവമേ, ഒരുപക്ഷെ നിങ്ങൾ പറയും ജോലി സ്ഥലത്താണ് ഭയങ്കര സ്ട്രെസ്സ്, വീട്ടിൽ വരുമ്പോഴും അതിന് ഒരു അയവില്ല, അവിടെയും പ്രശ്നം, ഒരു സമാധാനം ഇല്ലല്ലോ, 2 സ്ഥലത്ത് സ്ട്രെസ്സാണ്, ഒന്ന് മനസ്സിലാക്കാൻ പോലും ആരുമില്ലല്ലോ. നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കും. നിങ്ങളെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടോ അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. അപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന്. അവരുടെ ആ ഒരു നിലവിളി, ആ ഒരു വേദനയുടെ സമയത്ത്, മർദ്ദനം അനുഭവിച്ച സമയത്ത്, ക്ലേശം അനുഭവിച്ച സമയത്ത്, അപ്പം സങ്കട സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉടനടി ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ സങ്കട സമയത്ത്, വേദനയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അത് സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥനയാണ്. ഉടനെ അത് അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു. അവിടുന്ന് നിലവിളി കേട്ടു. അടുത്തത്, ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ഓ, എൻ്റെ അവസ്ഥ കാണാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ, എത്ര പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അവരുടെ വേദനയും വിഷമവും സങ്കടവും ദൈവം കണ്ടു. എപ്പോൾ? അവരുടെ പ്രാർത്ഥന ഉയർന്നപ്പോൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടത്തെ കാണുന്നൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ പോലും എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കുന്നില്ലല്ലോ, ഒന്നും അറിയുന്നില്ലല്ലോ, അവർക്കിത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ? എന്നാണ് ഇവരിത് മനസ്സിലാക്കാത്തത്? ദൈവം നിന്നെ മനസ്സിലാക്കുന്നു. ആരും മനസ്സിലാക്കിയില്ലേലും ദൈവം അത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം അത് കണ്ടു. അവർ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ഇതാ ദൈവം നിങ്ങളെ കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ വിഷമം, നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണെന്ന് ദൈവം കാണുന്നു. ദൈവം കണ്ടുകൊണ്ടിരുന്നു എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയല്ല. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ശക്തമായ കരം നീട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ കരം ആ പ്രതിസന്ധിയിൽ വെളിപ്പെടാൻ തുടങ്ങി. ശക്തമായ കരം നീട്ടി, കരം ഉയർത്തി. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഉയരുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി, നിന്നെ സഹായിക്കാൻ ഇതാ ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നു. ഇതാ നിന്റെ കുടുംബത്തെ നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ, നിന്നെ ഒരു പടി കൂടി അനുഗ്രഹിക്കാൻ, നിന്റെ അവസ്ഥകൾക്കൊരു പടി കൂടി മാറ്റം വരുത്തുവാൻ ദൈവത്തിൻ്റെ കരം ഇതാ ഉയർന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഉയർന്നിട്ടുണ്ട്.
നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവകരം ഉയർന്നിരിക്കുന്നു. ശക്തമായ കരം നീട്ടി ഭീതിജനമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. അവിടുന്ന് അവരെ അവിടെ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് ഒരു വിടുതൽ കൊടുത്തുവെന്ന്. എപ്പോഴാണ് ഈ സംഭവം മുഴുവൻ നടന്നത്? അവരുടെ സങ്കടവും വിഷമവും വേദനയും ഉണ്ടായപ്പോൾ സ്വയം ശപിച്ചും പ്രാഗിയും നെഞ്ചു തല്ലി കരഞ്ഞപ്പോഴല്ല. അവർ എല്ലാം നശിച്ചു, എല്ലാം പോയി, എനിക്ക് ഭാഗ്യമില്ലാത്ത ആളാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവളാണ് എന്ന് പറഞ്ഞ് പോയപ്പോഴല്ല. അവർ ആ പ്രതിസന്ധിയുടെ സമയത്ത്, വേദനയുടെ സമയത്ത് ദൈവത്തെ വിളിച്ചതാണ് ആ വിടുതലിന് കാരണമായത്. നിങ്ങൾ എഴുതി വെച്ച നിയോഗവും ഒരു വിടുതലിന് കാരണമാകും. ദൈവത്തിൻ്റെ കരം അതിന്മേൽ ഉയരാൻ കാരണമാകും. നിങ്ങൾ വേദനയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മനസ്സ് നിറയെ കടുകട്ടിയായ സങ്കടങ്ങൾ ഇരിക്കുന്നവരുണ്ട്. കർത്താവ്, ഇത് ഞാൻ ആരോട് പറയും, എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളെ സഹായിക്കാൻ ഒരു ദൈവം ഉണ്ടെന്നല്ലേ ഈ വചനം പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൺമുമ്പിൽ ആരുമില്ലെന്നിരിക്കട്ടെ, പക്ഷെ ദൈവം നിങ്ങളെ സഹായിക്കാനുണ്ട്. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ നേരെ ഉയർന്നിട്ടുണ്ട്. ആ ദൈവം നിങ്ങളെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന്, ഈ വേദനയിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ സ്ട്രെസ്സിൽ നിന്ന്, ഈ മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാതിരിക്കില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിന്റെ അവസ്ഥകൾ മാറും, നിന്റെ സിറ്റുവേഷൻ മാറും, നിന്റെ വേദന മാറും. ദൈവം നിന്നെ മാറ്റും. അടുത്ത വാക്യം കൂടെ വായിക്കാതെ അത് പൂർണ്ണമാകില്ല. അടുത്ത വാക്യമാണ് 9-ാമത്തെ വാക്യം. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. അപ്പോ 2-3 വചനത്തിൽ കണ്ടോ, ഒരു സ്ഥലത്തും മർദ്ദനവും വിഷമവും വേദനയും. അവിടെ നിന്ന് പ്രാർത്ഥന ഉയർന്നു. അവിടെ ദൈവം ഒരു വിടുതൽ കൊടുത്തു. എന്നിട്ട് ദൈവം എങ്ങോട്ടാണ് നയിച്ചത്? തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ദൈവം നിനക്ക് അതുപോലെ സന്തോഷമുള്ളൊരു അനുഗ്രഹം നിനക്ക് തരും. അതുപോലെ സന്തോഷമുള്ളൊരു വിടുതൽ നിനക്ക് തരും. അതുപോലെ സന്തോഷമുള്ളൊരു വിടുതൽ നിനക്ക് തരും. അതുപോലെ ദൈവം നിനക്ക് ആവശ്യമായത് ദൈവം നിനക്ക് തരും. ദൈവം നിനക്ക് തരും. നീ പ്രാർത്ഥിച്ച കാര്യം ദൈവം നിനക്ക് സാധിച്ചു തരും. നീ പ്രാർത്ഥിച്ച കാര്യത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ദൈവകരം നിന്റെ മേൽ ഉയർന്നിരിക്കും. ആ ദൈവകരം നിനക്ക് വേണ്ടി ശക്തമായി ഇടപെടും. ആ ദൈവകരം നിനക്ക് തണല് തരും. ആ ദൈവകരം നിനക്ക് വിടുതൽ തരും. ആ ദൈവകരം നിനക്ക് ധൈര്യം തരും, കോൺഫിഡൻസ് തരും, നിനക്ക് പ്രതീക്ഷ തരും, സമാധാനം തരും, സന്തോഷം തരും, നന്മ തരും. അതാണ് ദൈവത്തിൻ്റെ കരം. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലേക്ക്? ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. തുടങ്ങുന്നത് ഞങ്ങൾ ഒത്തിരി ക്രൂരമായി പെരുമാറുന്ന അനുഭവത്തിൻ്റെ നടുവിലും ക്ലേശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഡിപ്രഷൻ്റെയും നിരയിലാണ്. അപ്പോൾ അവരെടുത്ത ഒറ്റ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ വിടുതലായി മാറിയത്. അവർ കാരുണ്യവാനായ ദൈവത്തോട് ഉറക്കെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവം, എൻ്റെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ്, എൻ്റെ വേദനയും ഇതിനോട് താരതമ്യമാണ്, ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഇതേ നിലയിലാണ്, എൻ്റെ ജോലി ഇന്നതാണ്, ഞാൻ അനുഭവിക്കുന്നത് ഇതേ സ്ട്രെസ്സാണ്, എന്തു ചെയ്യണമെന്ന് അറിയില്ല. ഒരുപക്ഷെ നിങ്ങളൊരു നഴ്സായിരിക്കാം, ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു അധ്യാപകനായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള പദവിയിലിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളൊരു ഡ്രൈവറായിരിക്കാം, ഒരു ഡ്രൈവിംഗ് ജോലിയായിരിക്കാം നിങ്ങളുടേത്. ഒരുപക്ഷെ നിങ്ങളൊരു തയ്യൽക്കാരനാകാം, ഒരുപക്ഷെ ഒരു ബിസിനസ് നടത്തുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ആ മേഖലയിൽ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളായിരിക്കാം. അപ്പോൾ നിങ്ങൾ പറയും, ഭയങ്കര സ്ട്രെസ്സുണ്ട് എനിക്ക് ആ മേഖലയിൽ. എന്തു കാര്യത്തിലും എവിടെയൊക്കെയോ ആരൊക്കെയോ സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഒരു ചുമട്ട് തൊഴിലാളിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു ചായക്കടയായിരിക്കാം, ഒരു ഹോട്ടലായിരിക്കാം, ഒരു ബേക്കറി ആയിരിക്കാം. അവിടെ എല്ലാം എന്തൊക്കെയോ ഒരു ടെൻഷൻ. ദൈവം നിന്നെ ആ ടെൻഷനുള്ള അന്തരീക്ഷത്തിൽ നിന്ന് കൈപിടിച്ച് കുറച്ചുകൂടെ ടെൻഷനുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടേയാക്കുമെന്നല്ല, തേനും പാലും ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം നൽകുന്ന, സ്വസ്ഥത കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പടിയിലേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്തും, നിനക്ക് തരുമെന്നാണ്. നിങ്ങളുടെ ബൈബിളിൽ ആ വാക്കുണ്ട്, നോക്കിയേ, തരുവതയും തരും എന്നൊരു വാക്കുണ്ട്. 8-ാമത്തെ വാക്യം, അവിടുന്ന് തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ഞങ്ങൾക്ക് തരുകയും ചെയ്തു. തന്നു എന്നാണ്, തന്നു. ദൈവം തരും. അബ്രഹാം മകനായ ഇസ്ഹാക്ക് ചോദിച്ചു, ബലി അർപ്പിക്കാനുള്ള ബലി വസ്തു എവിടെ? അപ്പോൾ അബ്രഹാം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവം തരുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് നല്ലൊരു ജീവിതം തരും, നിനക്ക് നല്ലൊരു കുടുംബം തരും,
നിനക്ക് നല്ലൊരു ഭാവി ദൈവം തരും. ഞാൻ പറയുന്നത് വചനത്തിൽ നിന്നാണ്. ഞാൻ തുറന്നു വച്ച ബൈബിളിൻ്റെ മുമ്പിൽ നിന്നാണ് ഇത് പറയുന്നത്. ദൈവം നിനക്ക് തരും. അത് നിൻ്റെ സാക്ഷ്യമായി മാറും. നിൻ്റെ ആ സ്ട്രെസ്സ് മാറും. ഒരുപക്ഷെ ഒത്തിരി നേഴ്സുമാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ജോലി സ്ഥലത്ത് ഭയങ്കര സ്ട്രെസ്സാണ്, വീട്ടിൽ വരുമ്പോഴും ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. എല്ലാ നേഴ്സുമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നിങ്ങളൊരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാ നേഴ്സുമാർക്കും ഇത് അയച്ചു കൊടുക്കുക. അവരുടെ സ്ട്രെസ് നമ്മളോട് പറയുന്നില്ലെങ്കിൽ അവർക്ക് ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സ്ട്രെസ്സ് കാണാം, അല്ലെങ്കിൽ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് സ്ട്രെസ്സ് കാണാം. ഒരുപക്ഷെ നിങ്ങളൊരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം, പ്രായമായ ഒരാളെ നോക്കുന്ന ഒരാളായിരിക്കാം, ഒരു വീടിന് ജോലി എടുക്കുന്ന ഒരാളായിരിക്കാം, സാധാരണ ഒരു ജോലി ഒരാളായിരിക്കാം, ഒരു കെട്ടുപണിക്ക് പോകുന്ന ഒരാളായിരിക്കും, ഒരു കോൺട്രാക്ടർ ആയിരിക്കാം, ആരുമാകട്ടെ, ഒരു ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഒരു പൊതുപ്രവർത്തകനായിരിക്കാം, ഒരു സാമൂഹ്യ പ്രവർത്തകനായിരിക്കാം. നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. ദൈവം നിനക്ക് വേണ്ടി കരം നീട്ടും. ഞാൻ ഈ പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട്, അയച്ചു കൊടുക്കണം കേട്ടോ. അവരൊന്ന് ഈ വചനം കേൾക്കാൻ പറ. ഈ വചനത്തിനകത്തൊരു വിടുതലുണ്ടെന്ന് പറ. ഈ വചനത്തിനകത്തൊരു നന്മയുണ്ടെന്ന് പറ. ഈ വചനം വിശ്വാസത്തിൽ ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിയമാവർത്തന പുസ്തകം 26-ാം അധ്യായം 7, 8, 9 വചനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്, വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. എന്നിട്ടൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ ഇന്ന് കേട്ട ഈ വചനം എൻ്റെ വിടുതലാണ്. ഈ നിയോഗ പ്രാർത്ഥന ഇന്ന് കേട്ട വചനം എൻ്റെ സാക്ഷ്യമാണ്. നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഇന്ന് കേട്ട വചനം എൻ്റെ നന്മയാണ്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനത് നന്മയായി സ്വീകരിക്കുന്നു. ഈ വചനം എന്നോടാണ്, ഈ വചനം എനിക്കുള്ളതാണ്. ഞാനാണ് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾ. ഇന്ന് ഒരു വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ, അല്ലെ വിവാഹം കഴിച്ച ഒരു നിലയിൽ എനിക്ക് ഇന്ന് ഒത്തിരി സ്ട്രെസ്സുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ അല്ല പലതും. എനിക്ക് ഇന്ന സ്ട്രെസ്സുണ്ട്, ഇന്ന വേദനയുണ്ട്, എനിക്ക് ഇന്ന വ്യക്തിയിൽ നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പ്രാർത്ഥിക്കുക, ദൈവം അതിന് മോചനം തരും. ദൈവം അതിനുള്ള ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കും. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നീ തകർന്നു പോകത്തില്ല, നീ രക്ഷപ്പെട്ടു വരും, നീ ഉയർന്നു വരും, നീ ഒരു അനുഗ്രഹമായി മാറും, നീ ഒരു ബ്ലെസ്സിംഗ് ആയി മാറും. യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. നിയോഗ പ്രാർത്ഥന ചെല്ലാം. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ വചനത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങനെ സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങനെ സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങനെ സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ. ആമേൻ. വിശ്വസിക്കുന്നു. നമുക്ക് ഈ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച 5 നിയോഗങ്ങളെയും പ്രാർത്ഥനയിലുണ്ട്. നിങ്ങൾ നിയോഗ പ്രാർത്ഥന ചെല്ലണം. എൻ്റെ സമാപന സമയത്തേക്ക് വരികയാണ്. നിങ്ങളും സാധിക്കുന്നവരോടൊക്കെ പറഞ്ഞ് പ്രഭാതത്തെ തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. കൂട്ടായ്മയ്ക്കൊരു നന്മയുണ്ട്, കൂട്ടായ്മയ്ക്കൊരു രുചിയുണ്ട്. നമുക്ക് ഈശോയുടെ ആശീർവാദം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. ഇന്ന് കേട്ട വചനം നിങ്ങൾക്കൊരു അനുഭവമായി മാറട്ടെ. ഈ വചനത്തിൻ്റെ സാക്ഷികളുണ്ടാകട്ടെ, ഈ വചനത്തിൻ്റെ അനുഭവസ്ഥരുണ്ടാകട്ടെ. ഇത് നിൻ്റെ കുടുംബത്തിലൊരു വിടുതലായി മാറട്ടെ. ദീർഘായുസ്, നല്ല ആരോഗ്യം തരട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, എല്ലാ ബന്ധനത്തിൽ നിന്നും പരിപൂർണ വിടുതലും സംരക്ഷണവും ദൈവം നിനക്ക് തരട്ടെ. നന്മയും ഐശ്വര്യവും അനുഗ്രഹവും ദൈവം ഓരോ ദിവസവും ചേർത്ത്